ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മുകളിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുള്ളാണിതും കേട്ടോ. നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാന്നില്ല, കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ നല്ലൊരു ഗ്ലൗസ് ആവശ്യമാണ്. അപ്പോൾ കുറച്ച് നേരം എന്താ ചെയ്യുക അറിയാതെ അങ്ങനെ നിന്ന് പെട്ടെന്നാണ് നമുക്കൊരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പോൾ കയ്യുമ്മ മുള്ളൊന്നും കുത്താതെ എങ്ങനെ അത് കട്ട് ചെയ്തൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ കളക്കാൻ മാത്രമല്ല നമ്മളെ കൈക്കോട്ട് പറ്റുകയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ നടാൻ പാകത്തിനുള്ള ഓരോന്നും ആക്കി വെച്ചിട്ടോ. കുറച്ചധികം തന്നെ നമ്മളെ വീട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേര് പിടിപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. എല്ലാം ഇതിന് എന്താ പറയുക, ഫുള്ള് ലീഫുകളാണ് കേട്ടോ. ആ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് വേര് പിടിക്കാൻ വെക്കുന്നത്. നിറയെ ചെറിയ ചെറിയ മുള്ളുകളാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ നല്ല പാടാണ്. എന്തായാലും ഗ്ലൗസ് നല്ല കട്ടിയുള്ളൊരു ഗ്ലൗസ് ആവശ്യമാണ് കേട്ടോ, നമ്മളെ മുള്ളു കുത്താതിരിക്കാൻ. എന്തായാലും അങ്ങനത്തെ ഒന്ന് വാങ്ങണുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല, അത് കാരണം ചെയ്തതാണ് ഇങ്ങനെയൊക്കെ. അതെല്ലാം മണ്ണിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വെള്ളം എന്തൊക്കെയെന്ന് ചെറുതായി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ചേന എന്താ പറയുക, ചേനപ്പൂവ് ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ അടിയിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂനൊക്കെ മുളച്ച് വരുന്ന പോലെ. അതൊക്കെ അതിൻ്റെ 4 ഭാഗത്തിലെ കരിയിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാത്ത കാരണം ഒന്ന് പറിച്ചെടുത്ത് ചെറിയ പീസാക്കിയിട്ട് രണ്ടാമത് നമുക്ക് കുഴിച്ചിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പിന്നെ എഴുതി അറിയിച്ചാൽ മതി. അതല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 ഭാഗമുള്ള കരിയിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. പെട്ടെന്ന് പറിക്കാൻ കിട്ടണില്ല. നല്ല എന്താ പറയുക, മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല മണ്ണൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. 2 ദിവസമായി നനച്ചിട്ട്. എന്താ പറയുക, നമ്മൾ തേങ്ങ പൊളിക്കലും ഒക്കെ ആയത് കാരണം നനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ പുതിയ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളാണ്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവും. അതുപോലെ തോട്ടവാഴ പൂവും മൊട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണില്ലേ നമ്മളെ തോട്ടവാഴ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചേന പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പൂവായി നിൽക്കണ്ടേ. കുറച്ചുകൂടെ വലുതായിട്ട് വേണം നമുക്കത് എടുത്ത് കറി വെക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയുള്ള നമ്മളെ എന്താ പറയുക, ചേന കറി വെക്കണേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ചേനപ്പൂവ് കറി വെക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മളെ പുറത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്.
എന്താ പറയുക, കടൽക്കണ്ണനാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അടിപൊളിയായി കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളമൊക്കെ ഓരോ ചെടിയുടെ ചുവട്ടിലും അതുപോലെ തൈകളുടെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള സമയമാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള വെള്ളങ്ങളൊക്കെ ഓരോ തൈകൾക്ക് ഒഴിച്ച് കൊടുക്കണം. മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ സവാളയും എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ചെറിയ കഷ്ണങ്ങൾ, അതുപോലെ തേങ്ങയുടെ ചെറിയ കഷ്ണം, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ പൊരിയിനോടുകൂടെ ഇതും നന്നായി അതിൻ്റെ കൂടെ പൊരിഞ്ഞ് നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ കുറവാണെങ്കിലും അതിലെ സവാളയും പച്ചമുളകും അതുപോലെ ചെറിയ പീസാക്കിയ നമ്മളെ തേങ്ങയുടെ കൊത്തൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ബീഫ് വരട്ടുമ്പോൾ മാത്രമല്ല, ഇതുപോലെ പൊരിക്കുമ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുന്നേ നമ്മളെ മഹാഗണി ഫുള്ള് ഇല കൊഴിഞ്ഞിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ഒരു ഇളം കാറ്റൊക്കെ വരുമ്പോൾ മഴ പെയ്യും പോലെ അതിൻ്റെ ഓരോ ഇലയും വീഴുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റെഡ് കളറിലൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞ് ഫുള്ളും പോയിട്ടുണ്ട്. അതിന് ശേഷം പുതിയ തളിരും ഒക്കെ വന്ന് നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.